അപ്പോൾ നമ്മൾ മുന്നേ സ്ട്രെസ്സിനെ പറ്റി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ട്രെസ്സിനെ കയ്യിൽ കിട്ടിയാൽ എന്ത് ചെയ്യണം എന്ന് നമ്മൾ ആലോചിക്കണ്ടേ. അപ്പോൾ നമുക്ക് പരിധിയിൽ കൂടുതൽ താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലുള്ള സ്ട്രെസ്സ് വരികയാണ്. ഇതിനെ 2 രീതിയിലാണ് നമ്മൾ മാനേജ് ചെയ്യുക. ഒന്ന് ഇമോഷൻ ഫോക്കസ്ഡ് രീതി, 2 പ്രോബ്ലം സോൾവിങ് അപ്രോച്ച്. അപ്പോൾ പ്രോബ്ലം സോൾവിംഗ് എന്ന് പറഞ്ഞാൽ യു ഹാവ് എ പ്രോബ്ലം അറ്റ് ഹാൻഡ്, ആ പ്രോബ്ലം അവിടെ ഉണ്ട്, അതിനെ എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ പ്രോബ്ലത്തിന് നമുക്ക് ഡിവൈഡ് ചെയ്ത് ടൈമൊക്കെ ഡിഫറെൻറ്റ് ഡ്യൂറേഷൻസ് ഒക്കെ കൊടുത്ത് ടൈം ലൈൻസ് ഒക്കെ സെറ്റ് ചെയ്ത് ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാം. 2 ഇമോഷൻ ഫോക്കസ്ഡിൽ വരുമ്പോൾ ഈ പ്രോബ്ലം ഒരു കീറാമുട്ടിയാണ്. പ്രോബ്ലത്തിന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് സോൾവ് ചെയ്യേണ്ടിയിരിക്കുന്നു. ബട്ട് നമുക്ക് അതിനോടുള്ള അപ്രോച്ചസ് മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തിനെ കാണുന്ന രീതി, നമ്മൾ അതിന് ഹെൽപ്പ്, നമ്മളെ ചുറ്റുമുള്ള ആൾക്കാരുടെ അടുത്ത് നമുക്ക് ആ പ്രോബ്ലത്തിനെ എങ്ങനെ പ്രോസസ്സ് ചെയ്യാം എന്നുള്ളത് ഹെൽപ്പ് സീക്ക് ചെയ്യാം. മനഃശാസ്ത്രപരമായിട്ട് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി, മൈൻഡ്ഫുൾനെസ്, അതായത് ചിന്തിക്കുന്ന പാറ്റേണുകളിൽ വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ നമ്മൾ അതിനെ കാണുന്ന കാഴ്ചപ്പാടിൽ വ്യത്യാസം വന്നേക്കാം.